HDK രാജഗോപാൽ, സ്പെഷ്യൽ കമ്മീഷണർ ഇപ്പോൾ കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, കോടതി നേരത്തെ തന്നെ വന്ന ഹർജികൾ പരിഗണിച്ച ശേഷം ആഗോള അയ്യപ്പ സംഗമം നടത്താൻ ചില ഉപാധികൾ മുന്നോട്ട് വച്ചിരുന്നു. അതൊക്കെ തന്നെ ലംഘിക്കപ്പെട്ടു എന്നതിന്റെ തെളിവല്ലേ ഈ റിപ്പോർട്ട്? തീർച്ചയായിട്ടും സ്മൃതി, തീർച്ചയായിട്ടും അതുതന്നെയാണ് റിപ്പോർട്ടിനകത്ത് വന്നിരിക്കുന്നത്. സ്പെഷ്യൽ കമ്മീഷണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജില്ലാ ജഡ്ജിയുടെ അധികാരമുള്ള ആളാണ്. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയോഗിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ. അദ്ദേഹമാണ് കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യേണ്ടത്. മോണിറ്റർ ചെയ്തിട്ട് അവർക്ക് കൃത്യമായ റിപ്പോർട്ടുകൾ കൊടുക്കണം. അങ്ങനെയുള്ള വലിയ അധികാരത്തോടുകൂടി നിയമിച്ചിരിക്കുന്ന ആളാണ് അത്. ജഡ്ജിയാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകളാണ്. അപ്പൊ അതിനെ നമ്മൾ വിശ്വസിക്കണം. തീർച്ചയായിട്ടും വിശ്വസിക്കണമല്ലോ. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് പോകുന്ന റിപ്പോർട്ടുകളാണ്. എനിക്ക് തോന്നുന്നത് പ്രകാശൻ മാസ്റ്റർ അതിനകത്തില് സ്പെഷ്യൽ കമ്മീഷണറിന് പകരം എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഉപയോഗിക്കുന്ന അഡ്വക്കേറ്റ് കമ്മീഷൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു. അതാണ് ഈ കൊടിമരവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറയുമ്പോൾ അത്തരം ആ ഒരു വാക്ക് കയറി വരുന്നെന്ന് തോന്നുന്നു. അഭിഭാഷക കമ്മീഷനും നേരത്തെ കോടതി നിയോഗിച്ചതാണല്ലോ. പക്ഷെ കോടതിയെ പറ്റിച്ചൊന്ന് കോടതിക്ക് ബോധ്യമായ ശേഷം അദ്ദേഹത്തെ മാറ്റുകയും ചെയ്തു. അദ്ദേഹം ഒരു അഭിഭാഷകനാണ്, കോർട്ട് ഓഫീസറാണ്. ഒരു അഭിഭാഷകൻ മാത്രമേ ആകുന്നുള്ളൂ. സ്പെഷ്യൽ കമ്മീഷണർ അങ്ങനെയല്ല. അദ്ദേഹം ജില്ലാ ജഡ്ജിയാണ്. ജില്ലാ ജഡ്ജിയുടെ പദവിയുള്ള ആളാണ് അവിടെ ഇരിക്കുന്നത്. വലിയ അധികാരമുള്ള ആളാണ്. ഇവിടെ ഈ സംഭവിച്ചേക്കുന്നത് പറഞ്ഞാല് ഇതിനകത്തിന്റെ ഒരു സ്വകാര്യ ഏജൻസിയാണ് ഇത് ഓഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സ്വകാര്യ സ്ഥാപനമാണ്, തിരുവനന്തപുരത്തെ ഒരു സ്ഥാപനമാണ് ഈ കണക്കുകൾ ഓഡിറ്റ് ചെയ്തിരിക്കുന്നത്. അവർ ഓഡിറ്റ് ചെയ്ത ശേഷം ആ ഓഡിറ്റ് ചെയ്ത കണക്കാണ് സ്പെഷ്യൽ കമ്മീഷണർക്ക് വന്നിരിക്കുന്നത്. വന്ന ശേഷം അദ്ദേഹത്തിന്റെ നോട്ട്, അദ്ദേഹം അതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ നോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ദേവസ്വം ബെഞ്ചിലേക്ക് ഇത് പോയിരിക്കുന്നത്. അത് പരിശോധിച്ചപ്പോഴാണ്, ആ റിപ്പോർട്ട് പരിശോധിച്ചപ്പോഴാണ് ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നും ഇത്തരത്തിലുള്ള ചെറിയ പരാമർശങ്ങളും ഒക്കെ വന്നിരിക്കുന്നത്. അത് വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഇതിനകത്തിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പം കോടതിയുടെ ഫൈനൽ റിപ്പോർട്ട് നമ്മൾ കാണുന്നില്ല. പക്ഷേ ഈ ഓഡിറ്റ് റിപ്പോർട്ടിനകത്തിൽ സൂചിപ്പിക്കുന്നത് വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതാണ് നിങ്ങൾ മുമ്പ് സ്മൃതി കാണിച്ച ടൈറ്റിലിൽ തന്നെ അതിന്റെ ഒരു സൂചന വരുന്നുണ്ട്. അതെ, ഈ ടെൻഡർ നടപടി തൊട്ടുണ്ട്. ഈ ടെൻഡർ നടപടി, ഈ പണികൾ ഏൽപ്പിച്ചിരിക്കുന്ന ടെൻഡർ നടപടി തൊട്ടുണ്ട്. ഈ പറയുന്ന ഒരാളിങ്ങനെ ഏൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അക്രഡിറ്റഡ് ആണ് എന്ന് പറയുമ്പോൾ അക്രഡിറ്റഡ് ആക്കി ചില സംവിധാനങ്ങളെ മാത്രം നിലനിർത്തുകയും അവർക്ക് മാത്രം കരാറുകൾ നൽകുകയും അവർക്ക് ടെൻഡർ ഇല്ലാതാവുകയൊക്കെ ചെയ്യുന്ന രീതിയുമുണ്ട്. ഇതിന്റെയൊക്കെ മറവില് മുമ്പ് സ്മൃതി എഴുതി കാണിക്കുന്ന മുരാരി ബാബുവും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമാണോ എന്നുള്ള ചോദ്യമാണ് വളരെ പ്രസക്തമായിട്ട് വരുന്നത്. ഇത് അതിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. അതിൽ നിന്നാണ് ഈ ടെൻഡർ നടപടികളും തട്ടിപ്പുകളും മറ്റു കാര്യങ്ങളും ക്രമക്കേടുകളും ഒക്കെ വന്നിരിക്കുന്നത്. അവിടെ നിന്നാണ് വന്നിരിക്കുന്നതെന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കൃത്യമാണത് പറയുന്നത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ ആദ്യമായിട്ട് സംസാരിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ശബരിമലയിലെ ഈ കൊള്ള തുടങ്ങുന്നതിന്, ശബരിമല കൊള്ള പുറത്തു വരുന്നതിന് മുമ്പ്, അതിനേതാനും ദിവസം മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരാള്, അപ്പൊ ഇയാൾ ആരാണെന്നുള്ളത് കേരള സമൂഹത്തിന് അറിഞ്ഞുകൂടാ. ഇങ്ങനെ ഒരു കഥാപാത്രത്തെ ആർക്കും അറിഞ്ഞുകൂടാത്തൊരു അവസരത്തില് അദ്ദേഹം ഒരു ദിവസം മാധ്യമങ്ങളോട് പറയുകയാണ്, ശബരിമലയിലെ ഈ താങ്ങുപീഠം, ദ്വാരപാലക ശില്പങ്ങളെ താങ്ങിയിരിക്കുന്ന താങ്ങുപീഠം കാണാനില്ല എന്നുള്ള ഒരു പ്രസ്താവന അവിടെ നിന്നാണ് വരുന്നത്. അപ്പോഴാണ് ഈ പോറ്റി ആരാണെന്നുള്ളത് എല്ലാവരും അന്വേഷിച്ചു വന്നപ്പോഴാണ് സ്പെഷ്യൽ കമ്മീഷണർ കേസ് എടുത്തു. അദ്ദേഹം അന്വേഷിച്ചപ്പോഴാണ് ഈ കൊള്ള നടന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്തായിരുന്നു ഉദ്ദേശം? അപ്പൊ അതിന് രാഷ്ട്രീയമായ ആരോപണം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ആഗോള അയ്യപ്പ സംഗമം പൊളിക്കുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി മനഃപൂർവ്വം പറഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെയാണ് ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികളിലൊക്കെ ആരോപണം വന്നത്. അപ്പോൾ ഇവർക്കറിയാമായിരിക്കുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാമായിരിക്കുന്നു എന്നുള്ള ആ ബന്ധങ്ങളൊക്കെ അവിടെ നിന്നാണ് വരുന്നത്. അതേ തുടർന്നുള്ള അന്വേഷണങ്ങളാണ്. അതാണ് പോറ്റി ആണ് കൃത്യമായിട്ട് ഇത് ചെയ്തിരിക്കുന്നതെന്നാണ് ഇതുവരെയുള്ള സൂചനകളെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ ദ്വാരപാലകൾ കൊടുത്തു വിടാഞ്ഞതും അങ്ങനെയൊക്കെയുള്ള ഇവിടെ വളരെ അടുപ്പത്തിൽ കഴിഞ്ഞ ആളുകളായിരുന്നല്ലോ. ഒന്നിച്ചുള്ള ഒരു തട്ടിപ്പായിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത്. അതിനകത്തിൽ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായി, ആ ബോർഡുമായിട്ട് എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായി. അതിൽ നിന്നാണ് എല്ലാം തുടങ്ങി വന്നിരിക്കുന്നത്. ഈ സമയത്ത് സ്മൃതി ചോദിച്ചതുപോലെ ഇത് കോടതിയിലേക്ക് വന്ന സമയത്ത്, അതായത് ആഗോള അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നു, അതിന് കോടിക്കണക്കിന് രൂപ ചെലവുണ്ട്, അതിന് സർക്കാരിന്റെ ഫണ്ടോ ദേവസ്വം ബോർഡിന്റെ ഫണ്ടോ ഒന്നും വേണ്ട, എല്ലാം ഞങ്ങൾ സ്പോൺസർമാരിൽ കൂടെ ചെയ്തോളാം എന്നായിരുന്നു പ്രഖ്യാപനം. ആ സത്യവാങ്മൂലമാണ്, അതാണ് കോടതിയിൽ വന്ന സമയത്ത് കോടതി കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, നിങ്ങൾ 1.5 മാസം, അതായത് 45 ദിവസത്തിനകം ഇതിന്റെ കണക്ക് കൃത്യമായിട്ട് കൊണ്ടുവന്ന് സമർപ്പിക്കണം. കോടതി സമർപ്പിക്കണം എന്ന് പറഞ്ഞിരുന്നതുമാണ്. എല്ലാ ചെലവുകളും അപ്പോഴും അവർ പറയുന്നുണ്ട്, ദേവസ്വം ബോർഡ് കൊടുത്ത ഹർജിയിൽ പറയുന്നുണ്ട്,
കൃത്യമായിട്ട് കൊണ്ട് തന്നോളാം എന്നുള്ളത്. പക്ഷെ അത് സംഭവിച്ചില്ല. മുമ്പ് ചൂണ്ടിക്കാണിച്ച പോലെ 144, ഇന്ന് 145-ാമത്തെ ദിവസമാണ്. 144-ാമത്തെ ദിവസമാണ് ഈ പറയുന്ന ഓഡിറ്ററുടെ റിപ്പോർട്ട് കൊണ്ട് ചെല്ലുന്നത്. ഓഡിറ്ററുടെ റിപ്പോർട്ടിന്റെ പേരിലുള്ള സ്പെഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് ചെല്ലുന്നത്. അത് തന്നെ കോടതി ലക്ഷ്യമല്ലേ? അതിൽ തന്നെ 1-2 തവണ ഒരു വാണിംഗും കൊടുത്തിരുന്നു. ഇതുവരെ വന്നിട്ടില്ലല്ലോ, കോടതി ലക്ഷ്യ നടപടിയാണ് എടുക്കണോ എന്നൊക്കെയുള്ള വാണിംഗും വന്നിരുന്നു. ആ സമയത്താണ് ഇതുമായിട്ട് ചെല്ലുന്നത്. ഈ റിപ്പോർട്ടുകൾ കാണുമ്പോഴാണ് നമ്മൾ ഇതിനകത്ത് നടന്നിരിക്കുന്ന വലിയ തട്ടിപ്പുകളെ കുറിച്ച് മനസ്സിലാകുന്നത്. ശുദ്ധമായി പറഞ്ഞാൽ അടിമുട്ടി ക്രമക്കേടാണ് നടന്നിരിക്കുന്നത്. അടിമുടി ക്രമക്കേടാണ്. ഇപ്പൊ പറയുന്നത് ഈ 8 ലക്ഷം ആണ് ഉദ്ദേശം എന്നാണ് പറയുന്നത്. പക്ഷെ 8 കടന്നു പോകുന്നാണ് പറയുന്നത്. 7.5 കോടി ചെലവായി എന്ന് പറയുന്നു. അത് 8 കേൾക്കുന്നു അല്ലേ? അതിൽ 4 കോടി സ്പോൺസർഷിപ്പ് വഴി എന്നാണ് പറയുന്നത്. അത് 8 കടന്നു പോകുമെന്നാണ് പറയുന്നത്. 8 കടന്നു പോകും. 8 കടന്ന തുക വരുമെന്നാണ് പറയുന്നത്. ഫൈനൽ റിപ്പോർട്ട് ആയിട്ടില്ല. അതിലും കടന്നു പോയി. ഇപ്പൊ ദേവസ്വം ബോർഡ് മാഷ് പറയുന്ന ഒരു കാര്യം ശരിയാണ്. അവരുടെ റിപ്പോർട്ട്, ദേവസ്വം ബോർഡിന്റെ റിപ്പോർട്ട് ചിലപ്പോൾ അവർ ഓഡിറ്റ് ചെയ്യുന്നുണ്ടാവും. അവരുടെ ഓഡിറ്റ് റിപ്പോർട്ട് വരുന്നത് അതുകൊണ്ടാണ് പറയുന്നത് പാതി വെന്ത റിപ്പോർട്ടാണെന്നൊക്കെയുള്ള ചില കമന്റുകളൊക്കെ വരുന്നതിന്റെ കാര്യം അതുകൊണ്ടാണ്. അവരുടെ ഒരു ഓഡിറ്റ് ഉണ്ടാവും ഇത്തരം കാര്യങ്ങളിൽ. എന്തായാലും ഇത്തരം കാര്യങ്ങളിലെ വിശ്വസനീയമായ ഒരു ഓഡിറ്റിംഗ് സ്ഥാപനമാണ് തിരുവനന്തപുരത്തേത്. അങ്ങനെ അവരെ നമ്മൾ വിശ്വസിച്ചെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ അവര് പറയുന്നത് വളരെ ഈ 8 മുകളിലേക്കൊക്കെ പോകുന്നതാണ്. 8 മുകളിലേക്ക് ഒരു പക്ഷെങ്കിൽ ഇത് വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിൽ 4 കോടി രൂപയാണ് 4 കോടി രൂപയാണ് ഇപ്പൊ കിട്ടിയെന്ന് പറയുന്നത്. അതിൽ തന്നെ 2 സ്പോൺസർമാര് മാത്രമേ രംഗത്ത് കാണുന്നുള്ളൂ. നമ്മൾ റിപ്പോർട്ടിൽ കാണുന്ന 2 സ്പോൺസർമാരാണ്. ഒന്ന് ധനലക്ഷ്മി ബാങ്കാണ്. ധനലക്ഷ്മി ബാങ്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡിന്റെ ഫണ്ട് മുഴുവൻ കൈകാര്യം ഇട്ടിരിക്കുന്നത് അവിടെയാണ്. ഏറ്റവും കൂടുതൽ തുക കൈകാര്യം ചെയ്യുന്നത് ധനലക്ഷ്മി ബാങ്കാണ്. സ്വാഭാവികമായിട്ട് അവർ 2 കോടി രൂപ കൊടുത്തു എന്ന് പറയുന്നു. മറ്റൊന്ന് കേരള ബാങ്കാണ്. അത് CPM നിയന്ത്രണത്തിലാണ്. ഇപ്പൊ അത് CPM നിയന്ത്രണ സഹകരണ ബാങ്കിലെ ഒരു അപ്പെക്സ് ബോഡിയാണല്ലോ. അത് CPM-ന്റെ നിയന്ത്രണത്തിലുള്ള ബാങ്കാണ്. അവർ 1 കോടി രൂപ കൊടുത്തു എന്ന് പറയുന്നു. പിന്നെ കുറച്ച് സഹകരണ ഇൻട്രസ്റ്റുകളും മറ്റൊക്കെ ചേർന്നിട്ടാണ് ഈ 4 കോടി എന്ന് പറയുന്നത്. ഇതിനിടയിൽ അദാനി കടന്നു വരുന്നുണ്ട്. അദാനിയുടെ റോൾ വരുന്നുണ്ട്. ഗൗതം അദാനിയുടെ 1 കോടി രൂപ അവർ കൊടുത്തിരുന്നതായിട്ട് പറയുന്നു. പക്ഷെ അത് രേഖകളിൽ വന്നിട്ടില്ല. ആ ഫണ്ട്, ആ 1 കോടി രൂപ എങ്ങോട്ടാണ് മാറിപ്പോയെന്നുള്ളതിനെ കുറിച്ചും വളരെ വ്യക്തത വന്നിട്ടില്ല. എങ്ങോട്ടാണ്, ഏത് അക്കൗണ്ടിലേക്കാണ് അത് പോയെന്നുള്ളത്. ചുരുക്കത്തില് ഏതാണ്ട് 3 കോടി രൂപയുടെ ഔദ്യോഗിക കണക്കും പിന്നെ ഈ പറയുന്ന പലിശ കണക്കുമാണ്. അങ്ങനെയാണ് 4 കോടി എന്ന് പറയുന്നത്. അതില് 2 കോടി രൂപ, അതിന് പുറമെ വന്ന 2 കോടി രൂപയാണ് ദേവസ്വം ഈ പറയുന്ന സർപ്ലസ് ഫണ്ടിൽ നിന്ന് എടുത്തിരിക്കുന്നത്. ഒരിക്കലും സർപ്ലസ് ഫണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കരുത്. അതിനകത്ത് വളരെ വ്യക്തമായ വ്യവസ്ഥയുണ്ട്. വളരെ തിരുവിതാംകൂർ അടിയന്തര ആവശ്യത്തിനാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 1200-ഓളം ക്ഷേത്രങ്ങളുടെ അടിയന്തര ആവശ്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുക്കേണ്ട ഫണ്ടാണത്. അതിൽ നിന്ന് എടുത്തപ്പോൾ അന്ന് പറഞ്ഞ ന്യായം, കോടതിയോടെ പറഞ്ഞ ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചടച്ചോളാമെന്ന് പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ട് പറ്റുന്നില്ല? സംഭവിച്ചിട്ടില്ല. ആ തുക വരുന്നില്ല. അവിടെയാണ് പോറ്റിയുടെ റോൾ ഞാൻ പറഞ്ഞത്. പോറ്റി ചില സ്പോൺസർമാരെ ബാംഗ്ലൂരിൽ നിന്ന് കണ്ടെത്തിയിരുന്നെന്നാണ് പറയുന്നത്. ഇതിന് ഉള്ള പൈസ, കോടിക്കണക്കിന് രൂപയുടെ ചില സ്പോൺസർമാരെ പോറ്റി കണ്ടെത്തിയിരുന്നു. ചില ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികള് ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്തിട്ടുള്ളതായിട്ടും അറിയാൻ കഴിയുന്നുണ്ട്. അങ്ങനെയൊക്കെ ചില വാർത്തകൾ അന്ന് വരുന്നുണ്ടായിരുന്നു, ചില സൂചനകളൊക്കെ വരുന്നുണ്ടായിരുന്നു. ആരാ പോയെന്നറിഞ്ഞുകൂടാ. അവരൊക്കെ ബാംഗ്ലൂരിലേക്ക് പോറ്റിയോടൊപ്പം യാത്ര ചെയ്തിട്ടുണ്ടെന്നാണ് അന്ന് വന്ന ചില വാർത്തകളും റിപ്പോർട്ടുകളും ഒക്കെ കേൾക്കുന്നത്. ആധികാരികമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയൊക്കെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പോറ്റി ബാംഗ്ലൂരിൽ നിന്ന് സ്പോൺസർമാർ വഴി പണം സംഘടിപ്പിച്ചു തരാം എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഈ സംഗമത്തിലേക്ക് പോയെന്നാണ് തോന്നുന്നത്. പക്ഷേ പോറ്റി കാലുമാറി എന്ന് വെച്ചാൽ വേറെ കാരണങ്ങളാണ്. പോറ്റി കാലുമാറി വെച്ചാല് ഈ ദ്വാരപാലകപ്പാളി വിഷയമായിട്ടാണെന്ന് തോന്നുന്നു, ബോർഡുമായിട്ട് തെറ്റുന്നെന്ന് തോന്നുന്നു. അങ്ങനെ പോറ്റി കാലുമാറി പണമില്ല, ഇവിടെ ബാക്കി തുക കൊടുക്കാനില്ല. അപ്പൊ ആണ് ദേവസ്വത്തിന്റെ ഫണ്ട്. ദേവസ്വത്തിന് എടുത്ത 2 കോടി രൂപ തിരിച്ചടയ്ക്കണമല്ലോ. അതിനാരും ഉത്തരവാദിത്തം വരും. അത്തരം കാര്യങ്ങളാണ് പ്രശ്നം വരുന്നത്. പിന്നെ ഇപ്പൊ സമാധാനമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇതിന്റെ ഈവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിയും അവരുടെ അനുബന്ധമായ സ്ഥാപനങ്ങളുമായിരുന്നു ഇതിന്റെ മറ്റ് ഈവന്റ് മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്തിലെ സ്മൃതി പറഞ്ഞതുപോലെ അവർക്ക് ടെൻഡർ ഇല്ലാതാണ് കൊടുത്തത്. അത് തന്നെ തെറ്റായൊരു നടപടിയാണെന്നാണ് ഈ റിപ്പോർട്ടുകളിലൊക്കെ കാണുന്നത്. അവർക്ക് 10% അധിക തുക വെച്ചിട്ടാണ് അവർക്ക് കോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ആ തുകയുടെ അടിസ്ഥാനത്തിലാണ് അവരിപ്പോ ക്ലെയിം ചെയ്തിരിക്കുന്നത്. അവർ 7 കോടി രൂപ ക്ലെയിം ചെയ്യാണ്. നിലവിൽ അവരുടെ ക്ലെയിം 7 കോടി രൂപയാണെന്നാണ് തോന്നുന്നത്. അതെന്ത് ചെയ്യും? അതിനുള്ള പൈസ എവിടെ നിന്ന് എടുക്കും?
അതും ഒരു വലിയ പ്രശ്നമാണ്. അങ്ങനെ വന്നപ്പോഴാണ് ഇപ്പൊ 17-ാം തീയതി ഊരാളുങ്കൽ സൊസൈറ്റിയെയും ഈ ഓഡിറ്റ് സ്ഥാപനത്തെയും വിളിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം അവർ പറയുന്ന ഒരു എവിഡൻസും ഇല്ല. ഇതിനെ സപ്പോർട്ട് ചെയ്യേണ്ടതായ ഒരു ഓഡിറ്ററുടെ മുമ്പിലേക്ക് തെളിവുകൾ കൊടുക്കണ്ടേ? എന്തെല്ലാം ചെലവുകൾ വന്നു, ഏതെല്ലാം അക്കൗണ്ടിലേക്ക് അത് പോയി, അത് സംബന്ധിച്ച മെത്ത അടക്കമുള്ള കാര്യങ്ങളിലും കണക്കുകളിലൊക്കെ പ്രശ്നമുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ പ്രശ്നമുണ്ട്. ഭക്ഷണ കാര്യത്തിൽ പോലും പ്രശ്നമുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, ചെമ്പുപാളി എന്ന് തെളിയിച്ച ശ്രീ മുരാരി ബാബുവിനായിരുന്നു സദ്യയുടെ ചുമതല. സദ്യയുടെ ചുമതല മുരാരി ബാബുവിനായിരുന്നു. നമ്മൾ കണ്ടല്ലോ, മുഖ്യമന്ത്രി അവിടെ നിന്ന് പ്രസംഗിച്ചത് പോയതിനു ശേഷം ആ പന്തലിൽ എത്ര പേരുണ്ടായിരുന്നു? 3 സെഷനുകളായിട്ട് തന്നെ 3 സെഷനാണ് അവിടെ നടന്നത് അല്ലേ? 3 സെഷനായിട്ട് എത്ര പേര് അവിടെ പങ്കെടുത്തിരുന്നു? ഒരു 500 പേരെങ്കിലും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ പോലും സംശയമുണ്ട്, കണക്കുകളെടുത്ത് നോക്കുകയാണെങ്കിൽ. അതിൽ തന്നെ ആരൊക്കെയാ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ്? ഒരുപാട് ഈ പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ധാരാളമുണ്ട്. വിദേശത്ത് നിന്ന് ഏതാണ്ട് 3000-ഓളം പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് പറഞ്ഞ യോഗം സംഗമമാണെന്ന് ആലോചിച്ച് നോക്കണം. 500 പേര് പോലും ഉണ്ടായിരുന്നില്ല കേൾക്കാനായിട്ടുള്ളത്. ഒന്നാമത് ഈ പമ്പ എന്ന് തെരഞ്ഞെടുത്തത് തന്നെ ശരിയല്ല. കാരണം ശബരിമല ഒരു വനക്ഷേത്രമാണ്. ഈ വനക്ഷേത്ര പരിധിക്കകത്ത് കൊണ്ടുപോയിട്ട് ഇത്തരം ഒരു കാര്യങ്ങള് വിദേശത്തു നിന്നുള്ള ആളുകളെ, വിമാനങ്ങളിലൊക്കെ വരുന്ന ആളുകളെ കൊണ്ടുപോയി വനക്ഷേത്രത്തിലേക്ക് എത്തിക്കുക, അവർക്ക് അവിടെ താമസ സൗകര്യം കൊടുക്കുക, ഇതൊക്കെ തന്നെ ഇരട്ടിയോ 3 ഇരട്ടി ചെലവുണ്ടാക്കുന്ന കാര്യങ്ങളാണെന്ന് അന്ന് കുറെ ആളുകളൊക്കെ പറഞ്ഞതാണ്. പക്ഷെ അത് കേട്ടില്ല. പമ്പയിൽ തന്നെ വേണം, ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയതാണ്. ഞാൻ പറഞ്ഞത് ഭക്ഷണ ചെലവില് അതുകൊണ്ടൊക്കെയാണ് ആ പങ്കാളിത്തം കുറയാൻ കാരണം. ഈ പങ്കാളിത്തത്തിൽ മുരാരി ബാബു എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അവരുടെ ഭക്ഷണത്തിന്റെ ചെലവ് അദ്ദേഹം ഹരിപ്പാടല്ലേ ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥരാണ്. എല്ലാ കാര്യങ്ങളിലും മുരാരി ബാബുവിടെ ചെല്ലും കേട്ടോ. തട്ടിപ്പുകളും കാര്യങ്ങളും ഒക്കെ എവിടെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നടത്തി കൊടുക്കാൻ പുള്ളി നല്ല മിടുക്കനാണ്. ചെമ്പെന്ന് എഴുതിയ വിദഗ്ധനാണല്ലോ, ചെമ്പ് പാളി എന്ന് എഴുതിയ വിദഗ്ധനുമാണല്ലോ അദ്ദേഹം. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് 5000 പേര് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഏതാണ്ട് 150 രൂപയാണ് ആവറേജ് ചെലവ് പറയുന്നത്. 150 രൂപ ചെലവ് പ്രകാരം 5000 പേര് ഭക്ഷണം കഴിച്ചു. കണക്ക് എവിടെ പോകുന്നെന്ന് അറിയാമല്ലോ. രാത്രിയില് ഇതിനു പുറമെ രാത്രിയില് 4100 4200 പേര് കഴിച്ചെന്നാണ് പറയുന്നത്. അതിന് 150 രൂപയാണ് ചെലവ് വീഴുന്നത്. ആലോചിച്ച് നോക്കുക. രാത്രിയിൽ അവിടെ ആരും ഭക്ഷണം കഴിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ അവിടെ ഉള്ള സംഘാടകരോ ഈ പറയുന്ന അവിടെ പന്തല് ഒക്കെ ഉണ്ടായി, ജർമ്മൻ പന്തലും ഒക്കെ കിട്ടിയ ആളുകളോ അവിടെ നിന്നിരിക്കുന്ന ആരും മൈക്ക് സെറ്റുകാരനോ അങ്ങനെയൊക്കെയുള്ളവരൊക്കെ പലരും കഴിച്ചു കാണുമായിരിക്കും. കൃത്യമായിട്ട് കണക്കൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ പൊതുവെ അവിടെ നിന്ന് കിട്ടുന്ന വാർത്തകൾ പ്രകാരം വളരെ മിനിമം ആളുകളാണ്. മിനിമം ആണ് ഒരു 100-200 പേരെ ഭക്ഷണം കഴിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. അവിടെ 4100 പേരുടെ ബില്ലാണ് പോയിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഇവിടെ ചെന്നിക്കും. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ സംശയകരമായിട്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അക്കോമഡേഷനാണ്. അക്കോമഡേഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. സർക്കാർ ഇതിനകത്ത് പറയുന്നുണ്ടായിരുന്നു, അടിസ്ഥാന സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ള ചുമതല മാത്രമേ സർക്കാരിനുള്ളൂ. അല്ലാതെ ഈ ആഗോള സംഘവുമായിട്ട് സർക്കാരിന് ഒരു ബന്ധവുമില്ല. സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ല എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദേവസ്വം മന്ത്രി തന്നെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ 37 ലക്ഷം രൂപയുടെ ബില്ല്, ഹോട്ടൽ ബില്ല് വന്നിരിക്കുന്നത്, അത് കുമരകം 5 സ്റ്റാർ ഹോട്ടലുകളുടെ ബില്ലുകളാണ് വന്നിരിക്കുന്നത്. ആ ബില്ലുകൾ വന്നിരിക്കുന്നത് സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിലാണ് ബില്ല് വന്നിരിക്കുന്നത്. അതെങ്ങനെ സംഭവിക്കുന്നു? സർക്കാരിന് ബന്ധമില്ലെങ്കിൽ സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിൽ 37 ലക്ഷം രൂപയുടെ ബില്ല് വരാനുള്ള സാധ്യത എന്താണ്? അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പേരിലും വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരിൽ മൂന്നാറിലൊരു ഹോട്ടല്, അതിന്റെ പേര് ഞാൻ പറയുന്നില്ല, മൂന്നാറിലെ, അത് റിപ്പോർട്ടിനകത്ത് വന്നിട്ടുള്ളതല്ല, മൂന്നാറിലെ ഒരു 5 സ്റ്റാർ ആണെന്ന് എനിക്ക് തോന്നുന്നു, അതോ 4 സ്റ്റാർ ആണോ, ഹോട്ടലിന്റെ ബില്ലും വന്നിട്ടുണ്ട്. അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പേരിലാണ്. 25,000 രൂപയുടെ മറ്റൊരു ബില്ലും വന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഇൻവോൾവ്മെന്റ്, ഇവരുടെ എല്ലാം ഇടപാടുകളൊക്കെ അവിടെ വളരെ കൃത്യമായിട്ട് വരുന്നുണ്ട് ഇതിനകത്ത്. ഇതൊക്കെയാണ് സംശയത്തിന് ഇട കൊടുക്കുന്നത്. വളരെ കൃത്യമായ സംശയത്തിന് ഇട കൊടുക്കുന്ന കാര്യങ്ങൾ ഇതാണ്. ഇതിനെ കുറിച്ചൊക്കെ ആദ്യമായിട്ട് അന്വേഷിക്കണം. വളരെ കൗതുകരമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കലാപരിപാടി നടത്തിയെന്നാണ്. കലാപരിപാടികളുടെ ചെലവ് 8 ലക്ഷം രൂപയാണെന്നാണ് എഴുതിയിരിക്കുന്നത്. 8 ലക്ഷം രൂപയ്ക്ക് അവിടെ കലാപരിപാടി നടത്തിയെന്നാണ്. അവിടെ എന്തോ ചെറിയ ഗാനമേളയോ ഭജനയോ എന്തൊക്കെയോ ഒന്നൊരു ചെറിയ ഐറ്റങ്ങൾ ഉണ്ടായിരുന്നു. അതില് പരിപാടി കഴിഞ്ഞ് പോയ കുട്ടികൾക്ക് എന്തോ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അങ്ങനെയൊക്കെ എന്തോ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അതിന്റെ ഒരു ആധികാരികത പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ എന്തോ ഒരു ചെറിയ പരിപാടിയൊക്കെ അവിടെ നടന്നിരുന്നു. പക്ഷെ അതിന് 8 ലക്ഷം രൂപയാണ് കലാപരിപാടിക്ക് എഴുതിയിരിക്കുന്നത്. ഇതിന് വൗച്ചർ ചോദിക്കുന്നുണ്ട്. ഈ ഓഡിറ്റർ സ്ഥാപനം വൗച്ചർ ചോദിക്കുന്നുണ്ട്. ചോദിക്കുമ്പോൾ പറയുന്നത് 2 ലക്ഷം രൂപയുടെ വൗച്ചറുകളെ ഹാജരാക്കാൻ കഴിയുന്നുള്ളൂ. 2 ലക്ഷം രൂപയുടെ വൗച്ചറുകളേ ഉള്ളൂ. ബാക്കി 6 ലക്ഷം രൂപ അതെങ്ങും കലാപരിപാടിക്ക് പോയി എന്നുള്ളതാണ്. അതാണ് ഈ ഭജനയും ഇതും അല്ലാതെ മറ്റെന്തെങ്കിലും കലാപരിപാടികൾ അവിടെ നടന്നോ?
അതൊക്കെയാണ് ഇപ്പൊ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ അതാണ് പറയുന്നത്. ഗവൺമെന്റ് പിന്നെ കോടതിയും ഒക്കെ കമ്മീഷൻ ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരം വരുന്ന സൂചനകളൊക്കെ അങ്ങനെയാണ്. ഇതിനകത്തിന് സർവത്ര കൊള്ളയാണ്. ഒരു കാര്യങ്ങളിലും രേഖ വരുന്നില്ല. ഇതൊക്കെ ദേവസ്വം ബോർഡ് ഇതൊക്കെ തന്നെ എടുത്തു ചോദിച്ചിരിക്കുന്നു. വൈകാതെ 10 ദിവസത്തിനകം ആ റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. അതിൽ ദേവസ്വം ബോർഡ് പറയുന്നത് നിർണായകവുമാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.